ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ CSS ആങ്കർ ടാഗ് നമുക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആങ്കർ. അതിൽ ഉപയോഗിക്കുന്ന സ്യൂഡോ ക്ലാസസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് ലിങ്കിനകത്ത് ആക്റ്റീവ്, ഓവർ, വിസിറ്റഡ്, ലിങ്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനകത്ത് ലിങ്ക് എന്ന് പറഞ്ഞ സ്യൂഡോ ക്ലാസ് ഉപയോഗിക്കുന്നത് നോൺ വിസിറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ വിസിറ്റ് ചെയ്യാത്ത ലിങ്കുകളുടെ കളറായിരിക്കും. വിസിറ്റഡ് എന്നുള്ളത് വിസിറ്റ് ചെയ്ത ലിങ്കുകളുടെ കളർ എന്തായിരിക്കും. ഹോവർ എന്ന് പറയുന്നത് മൗസ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ലിങ്കിലോട്ട്, ഹൈപ്പർ ലിങ്കാണ് ഉദ്ദേശിക്കുന്ന ലിങ്ക് എന്ന് പറഞ്ഞാൽ, അതിലോട്ട് നമ്മൾ മൗസ് അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ വരുന്ന കളറ്. ആക്റ്റീവ് എന്ന് പറയുന്നത് യൂസർ നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു കളറാണ് ആക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രധാനമായിട്ടുള്ള 4 സ്യൂഡോ ക്ലാസ്സുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒന്നുകൂടെ പറയാം: ലിങ്ക്, വിസിറ്റഡ്, ഹോവർ ആൻഡ് ആക്റ്റീവ്. അപ്പോൾ ഈ 4 ക്ലാസ്സുകൾക്ക് നമുക്ക് കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അതിനായിട്ട് നമ്മളൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുക. നമുക്കിവിടെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ എ ടാഗ് ഉപയോഗിക്കുന്നത് href ഈക്വൽസ്, നമുക്ക് പർട്ടിക്കുലർ പേജ് പറയാനില്ലെങ്കിൽ നമുക്കിവിടെ ഹാഷ് കൊടുക്കാം. ഹാഷ് കൊടുക്കുന്ന ഒന്നുമില്ല, അവിടെ തന്നെ നിൽക്കും. കൊടുക്കുന്നു. അല്ലെങ്കിൽ ക്ലിക്ക് മീ എന്ന് കൊടുക്കാം. ക്ലിക്ക് മീ എന്നാണ് ഇപ്പോൾ പൊതുവെ എല്ലാവരും കൊടുക്കുക. സോ കൊടുത്തിട്ട് നമുക്ക് ഒന്ന് സേവ് ചെയ്തിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ ക്ലിക്ക് മീ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് സ്റ്റൈൽ ഇതിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് എ ടാഗിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ മാറ്റാൻ വേണ്ടി. മിക്കവാറും ഇപ്പം ലിങ്കുകൾക്ക് അണ്ടർലൈൻ കാണത്തില്ല. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ഡെക്കറേഷൻ നൺ എന്ന് കൊടുത്താൽ മതി. നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് അണ്ടർലൈൻ പോയി. ഇനി നമുക്ക് കൊടുക്കാൻ പോകുന്നത് സ്യൂഡോ ക്ലാസ്സുകൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. നമുക്ക് ആദ്യം എ കോളൻ കൊടുത്തിട്ടാണ് കൊടുക്കേണ്ടത്. ലിങ്ക് എന്ന് കൊടുക്കുക. നമുക്ക് ആദ്യം കൊടുക്കുന്നത് എ കോളൻ ലിങ്ക്. ലിങ്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിങ്ക് നമ്മൾ പറയുന്നത് നോൺ വിസിറ്റഡ് ആയിട്ടുള്ള ഇതിനാണ് നമ്മളങ്ങനെ കൊടുക്കുക. നമുക്കിവിടെ ഒരു കളർ കൊടുക്കാം. കളർ ഗ്രീൻ കൊടുക്കാം. അതുപോലെ ടെക്സ്റ്റ് ഡെക്കറേഷൻ അണ്ടർലൈൻ കൊടുക്കാം. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഗ്രീൻ വന്നിട്ടുണ്ട്. കാരണം ഇതെന്താണ്, ഇത് വിസിറ്റ് ചെയ്യാത്ത ലിങ്കാണ്. നമുക്കത് വിസിറ്റ് ചെയ്യുന്നതോടെ എഴുതിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. സോ ഇനി എ കോളൻ ഹോവർ കൊടുക്കാം. അതായത് ലിങ്കിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം. സോ ഇവിടെ ഞാൻ കളറ് റെഡ് ആക്കുന്നു. സേവ് ചെയ്യുക, റീഫ്രഷ് ചെയ്യുക. ഇനി നമുക്ക് മൗസ് ഒന്ന് കൊണ്ടുവരാം. കണ്ടോ, അത് റെഡായി. നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് വിസിറ്റഡ് കൊടുക്കാം. സന്ദർശിച്ച് കഴിഞ്ഞാൽ അതിന് ഏത് കളറാണ്, നമുക്കൊരു കളർ ഒരു ഗ്രേ കൊടുക്കാം. ഗ്രേ അല്ലെങ്കിൽ നമുക്കൊരു ഡാർക്ക് ഷെയ്ഡ് ഏതെങ്കിലും കൊടുക്കാം. ഞാനിവിടെ ഒരു ഹാഷ് കോഡ് കൊടുക്കാം. സി കൊടുക്കാം. സി. നമുക്ക് ഇതൊരു ഡാർക്ക് ഗ്രേ കളറാണ്. നമുക്കിവിടെ റീഫ്രഷ് ചെയ്യുക, സേവ് ചെയ്യുക, റീഫ്രഷ് ചെയ്യുക. ഇനി നമുക്കൊന്ന് ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ വിസിറ്റ് ചെയ്ത ആ കളർ വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പം നമുക്ക് ഇനി ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ Ctrl F അടിച്ചൊന്ന് റീഫ്രഷ് ചെയ്യാം. നമുക്ക് ഒരു പുതിയ ലിങ്ക് കൊടുത്താലേ നമുക്കത് അപ്പിയർ ആകത്തുള്ളൂ. ഓൾറെഡി വിസിറ്റഡ് ആയതുകൊണ്ട് ആ കളറ് അങ്ങ് മാറി. നമുക്കിനി ആക്റ്റീവ് എന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യാൻ നമുക്കൊന്ന് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആ യെല്ലോ കളർ ഇവിടെ വിസിബിൾ ആവും. ജസ്റ്റ് ആ ലിങ്കിലൊന്ന് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ സമയത്ത് യെല്ലോ കളറായി, കണ്ടല്ലോ. സോ
സോ വിസിറ്റ് ചെയ്ത കളറ് നമുക്കിവിടെ വിസിറ്റഡ് കളറ് നമുക്ക് ആ ഗ്രേ കളർ വന്നു. മൗസ് ക്ലിക്ക് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്തായി യെല്ലോ കളർ വന്നു. ഇനി ഹോവർ ചെയ്യുമ്പോൾ മുകളിൽ കൊണ്ടുവരുമ്പോൾ നമുക്കത് റെഡ് കളറായിട്ടും കിട്ടും. ഇപ്പോൾ വിസിറ്റഡ് ആയതുകൊണ്ടാണ് അത് വരാത്തത്. ഓക്കെ, സോ ഈ സ്യൂഡോ ക്ലാസ്സുകളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.